ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ റബ്ബർ പാലൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉച്ചയായി കേട്ടോ. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി. ഇന്ന് 2-3 പണിക്കാരുണ്ട്. വയലിൽ കുറച്ച് ചെത്തിക്കോരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 3 മണിയായപ്പോഴേക്കും ആ പണി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബാക്കി ടൈം ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു കാപ്പി പറിച്ചിടാമെന്ന്. എന്തായാലും കാപ്പി പറിക്കാനായി, അപ്പോൾ പിന്നെ കുറച്ച് കാപ്പി പറിച്ചിടാമെന്ന് പറഞ്ഞു കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞു, മക്കളൊക്കെ കൊണ്ടുവിട്ട് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ പറിച്ച കാപ്പിയില്ലേ, അത് നിരത്തിയിടുകയാണ്. ഞാൻ കാപ്പി പറിച്ചതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് മുറ്റത്തേക്ക് പറക്കാൻ നോക്കി കേട്ടോ. എന്നെ കഴിട്ടാൻ തോന്നുന്നു തിരിച്ചു പോകുന്നത്. എല്ലാവരും രാവിലെ വന്നാൽ തിണ്ടുന്ന ഇലന്ന് ഒന്ന് പറന്നിട്ടൊരു സമാധാനമല്ല കേട്ടോ. ഇതിപ്പം ഇന്ന് പറിച്ച കക്കിരിക്കയാണ്. ഒന്നും നല്ലത് കിട്ടിയിട്ടില്ല. ഒരു വിത്തിന് പോലും ഈ പ്രാവശ്യം കക്കിരിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കേടായിപ്പോയത് കണ്ടില്ലേ. അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് കഴിഞ്ഞിട്ടാണ് ഒക്കെ കേടായിപ്പോയി കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് പയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുത്തു. അതിലേക്ക് ചെറിയ ഉള്ളി 5-6 അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പയർ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് 2 വലിയ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ പയർ തോരൻ. അതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഒക്കെ കുറേ എടുത്തു വെച്ചു. അവസാനം ഫോൺ ഫുള്ളാകുമ്പോൾ ഡിലീറ്റ് അടിക്കുക. കാരണം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഫോണ് കയ്യിൽ കിട്ടാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചൂട്ടനും കുക്കും ഉണ്ട്. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ 2 പേരും. എന്നെയും ഏട്ടനെയും അല്ല, തക്കുടൂനെയും നൈനൂനെയും ആണ് കേട്ടോ. അപ്പോൾ അവിടെ വൈകുന്നേരം തെരുവ് സർക്കസ് ഉണ്ടാവില്ലേ, അതുപോലെ സർക്കസ് ഉണ്ടായിരുന്നു കേട്ടോ. സൈക്കിൾ സർക്കസ് എന്നായിരുന്നു എന്താണ് പേര്. പിന്നെ കോമഡി ആയിട്ടും ഡാൻസ് ആയിട്ടും അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും 2 മക്കളും അങ്ങനെയാണെന്ന് തോന്നുന്നു. അവർ 4 പേരും നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ വൈഫും മോളും എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവരുടെ ഡാൻസൊക്കെ. നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. മക്കൾ ഡിഗ്രിക്ക് പഠിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. என்ன வேணும்? என்ன പരിപാടി? മ്യൂസിക്. എന്നാ മ്യൂസിക്കോ? ನನಗೆ 3 കുട്ടി വേണം. 3 കുട്ടി. 3 ആണല്ലോ. ചെറിയ 3 ആണല്ലോ. ആ സോങ് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കുട്ടി എത്രത്തോളം നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടെന്ന്. അധികം അവരുടെ സൈക്കിൾ അഭ്യാസം തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കുട്ടികൾ വേറെ ഒന്നിനും ഉണ്ടായിരുന്നില്ല, അവരുടെ ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ചേച്ചിയും ഒരുപാട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നാട്ടിലുള്ള അത്യാവശ്യം എല്ലാവരും സർക്കസ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കടേൻ്റെ മുന്നിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പിരിവൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ കാണാൻ പോയപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. ഫോട്ടോസല്ല, നാത്തുമാരും കൂടിയൊക്കെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നാളെ ലാസ്റ്റ് പരിപാടി. ನಮ್ಮ ನಾಟಗಾರರೆಲ್ಲ